കിട്ടിയില്ലെങ്കിൽ എവിടെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഫൈനൽ സെറ്റിൽമെൻറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ്. അപ്പം ഫൈനൽ സെറ്റിൽമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ് വിത്തിൻ 14 ഡേയ്സിനുള്ളിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് കൊടുത്തിരിക്കണമെന്നാണ് യു എയിലെ നിയമം. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 2-3 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനി വിളിച്ചൊന്ന് സംസാരിക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മൊഹറിയുടെ ടോൾ ഫ്രീ നമ്പറുണ്ട് 80060. അതിൽ വിളിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഹിന്ദി അറിയുന്നവർക്ക് അങ്ങനെയാണെങ്കിലും വിളിച്ച് സംസാരിക്കാൻ പറ്റും. ലീഗൽ അഡ്വൈസറിനോട് സംസാരിച്ച് നമ്മുടെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ അവരൊരു ലേബർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില കേസിലൊക്കെ അവർ ലിങ്ക് അയക്കാറുണ്ട്. ആ ലിങ്കിൽ കയറി നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൊഹറിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ UAE പാസ് ഒക്കെ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അവിടെ സർവീസ് സെക്ഷനിൽ പോയിട്ട് ലേബർ കംപ്ലയിൻറ്റ് സെക്ഷനിൽ പോയിട്ട് സ്റ്റാർട്ട് എ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ലേബർ കംപ്ലയിൻറ്റ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൊഹറിയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെയും കയറി ഏകദേശം ഇത് തന്നെയാണ് പ്രൊസീജിയർ. സർവീസ് ലേബർ കംപ്ലയിൻറ്റ്സ്, ഫയൽ കംപ്ലയിൻറ്റ്, ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് വർക്കിൻ്റെ ഇൻഫർമേഷനൊക്കെ കുറച്ച് ചോദിക്കുമായിരിക്കും. ആ ഇൻഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ആവും. എനിക്ക് തോന്നുന്നു വിത്തിൻ 4 to 5 ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കൊരു കോൾ വരും, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഓണർക്ക് ഒരു കോൾ പോവും, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് കോളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ലീഗൽ അഡ്വൈസർ തന്നെ നമ്മുടെ സൈഡൊക്കെ ഓക്കെ ആണെങ്കിൽ ഓണറിനോട് നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കൊടുക്കണം എന്ന് പറയും. എന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ചെയ്യാറുണ്ട്. ഇൻ കേസ് അങ്ങനെ ഓണർ അത് സമ്മതിക്കുന്നില്ല, അത് ഓണർ ചെയ്യുന്നില്ലെങ്കിൽ എഗെയിൻ നമ്മുടെ ലീഗൽ ടീമുണ്ട്, മുഹറിയുടെ തന്നെ ലീഗൽ അഡ്വൈസറിൻ്റെ ടീമുണ്ട്. അവർ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് വരും. ആ ജഡ്ജ്മെൻറ്റ് കമ്പനി ഓണർ എന്താണെങ്കിലും അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചില കേസിൽ എഗെയിൻ കമ്പനി ഓണർ അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എക്സിക്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണെങ്കിലും മറ്റേ കോർട്ടിൽ പോയിട്ട് ഈ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കേണ്ട എന്താണെങ്കിലും വരും. അത്രയൊന്നും പോകാറില്ല. സാധാരണ ലീഗൽ അഡ്വൈസർ കോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കമ്പനികളെ കൊടുക്കാറുണ്ട്. ബ്രോയ്ക്കും അങ്ങനെ കിട്ടട്ടെ ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് കിട്ടിയില്ലെങ്കിലുള്ള പ്രൊസീജിയറാണ് പറഞ്ഞത്. പിന്നെ ഒരു ലീഗൽ ടീം ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കും. ആ ജഡ്ജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ കമ്പനികൾക്ക് തരാറുണ്ട്. ഇൻ കേസ് തന്നില്ലെങ്കിൽ അത് കോർട്ടിൽ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഇതൊന്നും പൈസ കൊടുക്കണ്ട, ഫ്രീ ആണെന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പം അതിന് മുമ്പ് തന്നെ ബ്രോയ്ക്ക് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനിയുടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. മൊഹറി ആപ്ലിക്കേഷനകത്ത് പോകാം, പ്ലേ സ്റ്റോറിൽ നിന്ന്, അല്ലെങ്കിൽ മൊഹറിയുടെ വെബ്സൈറ്റിൽ പോകാം. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നു ടോൾ ഫ്രീ നമ്പറാണ്. വിളിച്ച് നമ്മുടെ കാര്യം പറയുവാണെങ്കിൽ അവർ തന്നെ അഡ്വൈസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് രജിസ്ട്രേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.